സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. അയാൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വംശപരമ്പരയെന്ന് അയാൾ പറയാണ്. അത് തന്നെ അയാൾക്ക് സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. അപ്പോ ഒരിക്കലും ബർക്കാത്തി അല്ല അത്. അദ്ദേഹം അഹ്ലുൽ ബൈത്തും അല്ല. ആകയാൽ കാന്തപുരം എന്ന് പറഞ്ഞ എന്താ ഈ മനുഷ്യനെ കുറിച്ച് നമുക്ക് പറഞ്ഞത്? എല്ലാം കളവാണ്. ആ പറഞ്ഞ നുണയെന്ന് ഈ പറഞ്ഞൊക്കെ നുണയെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അതാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് ആകെ നമുക്ക് ചുരുക്കി പറയാനുള്ളത്. ഇനി അടുത്ത് ഇൻഷാ അല്ലാഹ് സുന്നീസമായി കിട്ടും. കേൾക്കുന്നുണ്ടോ? ജാലിയവാലയുടെ പേര് പറഞ്ഞ സ്ഥലത്തെ സയ്യിദ് എവിടെങ്കിലും പറഞ്ഞിക്കണോ കുട്ടികളെ? ആ ജാലിയവാലയുടെ പേര് പറയുമ്പോ മൗലാന എന്ന് പറഞ്ഞിക്കണു, ഷെയ്ഖ് എന്ന് പറഞ്ഞിക്കണു, സയ്യിദ് എന്ന് പറയും. ഈ ഖാദിരി തരീഖത്തിന്റെ ഷെയ്ഖ് ആണെങ്കിൽ പോലും സയ്യിദ് കൂട്ടിയിട്ടേ ഖാദിരി പറയുള്ളൂ. പറയങ്ങള് സയ്യിദ് നിങ്ങൾ എവിടെ പറഞ്ഞു? മൗലാന ജാലിയവാല, മൗലാന വലി മൗലാന ജാലിയവാല വലി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചും പറയാന്നല്ലാതെ സയ്യിദ് കൂട്ടിയിട്ട് മൂപ്പരെ പേര് ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ താങ്കന്മാരെ പേര് പറയുമ്പോ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടികളുടെ പേര് പറയും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളുടെ പേര് പറയുമ്പോൾ ഒന്ന് സയ്യിദ് പറയണ്ടേ? സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ, സയ്യിദ് ഖലീൽ തങ്ങൾ എന്നൊക്കെ പറയണം. നിങ്ങൾ ഇതും നടക്കുന്നത് അത് എവിടെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ വിഷയം മുടി എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഇയാൾ പറയുന്നുണ്ട്. ആരെ പറഞ്ഞു? ഞങ്ങൾക്കൊക്കെ മുടി നേരിട്ട് ഇങ്ങോട്ട് വരലാണ്, നിങ്ങളെ മാതിരി ഞങ്ങൾ പോയി വാങ്ങാറാണ്. ഈ നേരിട്ട് ഇങ്ങോട്ട് വരവാണ്, ഞങ്ങൾ ആരും പോയി വാങ്ങാറല്ല. അതിന്റെ അർത്ഥം എന്താണ്? ജാലിയവാലയുടെയൊക്കെ ഒന്ന് മുടി നിങ്ങൾക്ക് നേരിട്ട് വന്നത് എങ്ങനെ? ജാലിയവാല മർക്കസിലൊന്നും മുടി കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് ജാലിയവാലയെ നിങ്ങൾ ഇന്ന് വരെ മർക്കസിൽ കൊണ്ടുവന്നില്ല? നിങ്ങൾക്ക് ആ മുടി കൊടുത്ത നിങ്ങൾ തന്നെ പറഞ്ഞു ജാലിയവാല തെരീക്കത്തിന്റെ ഷെയ്ഖ് എന്നുള്ള നിലക്കല്ല പറഞ്ഞിട്ടുള്ളത്, മുടിയുടെ ഷെയ്ഖ് എന്നുള്ള നിലക്ക്. ആ മുടിയുടെ ഷെയ്ഖിന് എന്നേ വരെ നിങ്ങൾ കൊടുക്കണോ? നിങ്ങൾ മർക്കസിൽ നിങ്ങൾ കസ്രജിനെ കൊടുന്നല്ലോ, എന്തിയാ ജാലിയവാലിനെ കൊണ്ടായിരുന്നു? അപ്പൊ ജാലിയവാലയുടെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് കേശം വാങ്ങിക്കൊണ്ടുവന്ന് തന്നത് ആരിഫ് ബർക്കാത്തി എന്ന് പറയുന്ന മർക്കസിലെ ഒരു കുട്ടിയാണ്. മനസ്സിലായ നിങ്ങൾക്ക്? അത് എ പി അബൂബക്കറിലെ ശിഷ്യൻ എ പി അബൂബക്കറിൽ ചായ വാങ്ങാൻ വിടുന്ന മാതിരി മുടി വാങ്ങാൻ വിട്ടു. അതാണ് സംഭവം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ സത്യത്തിൽ ഇതിന്റെ ഈ മുടിയുടെ പ്രൊഡ്യൂസറും മുടിയുടെ സ്റ്റോക്കിസ്റ്റും ഒക്കെ ആരാണ്? ജാലിയവാലയാണ്. അദ്ദേഹത്തിന്റെ മുടി കൊണ്ടുവന്ന ഒരു ദൂതൻ മാത്രമാണ് ഈ ബറക്കാത്തി എന്ന് പറയുന്നത്. ബറക്കാത്തി സാദാത്യങ്ങളുടെ കയ്യിൽ നിന്നും നേരിട്ട് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി പ്രാധാന്യം ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് എ പി അബൂബക്കർ അങ്ങനെ ഒരു കുൽസിത ശ്രമം നടത്തിയത്. പിന്നെ ഈ ബറക്കാത്തി ആരാണ്? എ പി അബൂബക്കർ ശിഷ്യനെന്ന് പറയുമ്പോ പരമ്പര അടുത്ത് സെനതാണ് താഴത്തേക്ക് പോകും, കീപ്പട്ട് അത് പോകാതിരിക്കാൻ മൂപ്പര് കാട്ടിയ ഐഡിയ ആണ്. സുഹൃത്തെ, എന്റെ ചോദ്യം ഫസ്റ്റ് ഞാൻ ചോദിച്ചത് അമ്പലക്കടവ് ഹമീദ് ഫൈസി പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്താ? ജാലിയവാലയിൽ നിന്നാണ് കാന്തപുരത്തിന് മുടി കിട്ടിയത് എന്ന്. അദ്ദേഹം തന്നെയാണ് ഈ ക്ലാസ് റൂമിൽ വന്നിട്ട് മാറ്റി പറയുന്നത് അങ്ങനെ ഒരു മുടി ജാലിയവാല കൊടുത്തിട്ടേ ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെൻഫറെ അതിന് തന്നെയാണ് മറുപടി പറഞ്ഞത്. നിങ്ങളോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ പറഞ്ഞു പിന്നെ ഇത് ജാലിയവാലിന്റെ അടുത്ത് നിന്നാണ് കിട്ടിയതെന്ന്. ഇവിടെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു വന്നു നിങ്ങളെ. അത് ജാലിയവാലിന്റെ അടുത്ത് നിന്നല്ല. അതിലെന്താണ് നിങ്ങളെ ഷെയ്ഖുന പറയുന്നത്? എവിടുന്ന് കിട്ടിയെന്നാ പറയുന്നത്? അവിടെയാണ് പ്രശ്നം. അതിന് മറുപടി പറയൂ നിങ്ങൾ. അദ്ദേഹം പറയുന്നത് ബർക്കാത്തി സയ്യിദന്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയെന്നാണ്. അപ്പൊ അതിന് നിങ്ങൾ മറുപടി പറയൂ. ആദ്യം ഷെയ്ഖുനാനെ ശരിയാക്കിയിട്ട് പോരെ അപ്പുറത്തെ വീട്ടിലെ ആളെ ശരിയാക്കുന്നത്? മൈക്കൂൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദര, ഈ മുൻവിധിയൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യം ഗ്രഹിക്കുക. കാന്തപുരത്തിന് ആ മുടി കൊടുത്തത് ജാലിയവാലയല്ല, മനസ്സിലാക്കണം. കാന്തപുരത്തിന് ആ മുടി കൊടുത്തത് മർക്കസിൽ പഠിക്കുന്ന ആ ബർക്കാത്തി കുടുംബത്തിൽപ്പെട്ട ഏതൊരു കുട്ടി ഉണ്ടല്ലോ, എന്താണ് ഇർഫാൻ ബർക്കാത്തി, എന്താ പറയുന്നത്, ആരിഫ് ബർക്കാത്തി. ആരിഫ് ബർക്കാത്തി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കാന്തപുരത്തിന് മുടി കൊടുത്തത്. ആ കുട്ടി മുടി വാങ്ങിയത് ഈ എവിടുന്നാണ്? ജാലിയവാലിന്റെ അടുത്താണ് ആ കുട്ടി മുടി വാങ്ങിയത്. പക്ഷെ അപ്പൊ ശരിക്കും കാന്തപുരം ആ സനദിൽ എഴുതേണ്ടതാണ്. കാന്തപുരം കൃത്രിമ സനദ് ഉണ്ടാക്കിയല്ലോ. ആ കൃത്രിമ സനദിൽ എഴുതേണ്ടത് എന്താണ്? എനിക്ക് മൂപ്പര ഷെയ്ഖ് ആര്? മൂപ്പർക്ക് മുടി കിട്ടിയ ഷെയ്ഖ് ഉണ്ടല്ലോ, അത് ആര്? അത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ആരിഫ് ബർക്കാത്തി. ആരിഫ് ബർക്കാത്തി കിട്ടിയത് ജാലിയവാല. അങ്ങനെയാണ് അയാൾ എഴുതേണ്ടത്.
പക്ഷെ ശിഷ്യന്റെ അടുത്ത് കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ മോശമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നേരെ ഷെയ്ഖിനെ ഒഴിവാക്കിക്കൊണ്ട് ഷെയ്ഖിന്റെ പേര് എഴുതിക്കുകയാണ് ഈ ഇതില് സനദില്. എന്നാലാണെങ്കിലോ ആ സനദും കളവാണ്, ആ സനദാണെങ്കിൽ കളവുമാണ്. കാരണം അത് ഖാദിരിയ തരീഖത്തിന്റെ സിൽസിലയുടെ അവസാനം ഇയാളുടെ പേര് എഴുതിക്കാണ്, ജാലിയവാലിന്റെ പേര് എഴുതിക്കുവാണ്. അപ്പൊ ഹമീദ് ഫൈസി പറഞ്ഞ അതാണ്, ഇദ്ദേഹത്തിന് മുടി കൊടുത്തത് ഇയാളാണ്, ഈ കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിക്ക് മുടി കിട്ടിയത് ജാലിയവാലിന്റെ എന്നാണ്. അത് ജാലിയവാല കാന്തപുരം തന്നെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൃത്രിമ സനദിലൂടെ. അതാണ് ഹമീദ് ഫൈസി പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. ഇനി അടുത്ത് ദാറുസലാമായി എടുക്കുക. നിങ്ങളെ ഇതുണ്ടല്ലോ, വെറുതെ ഈ ഹക്ക് മനസ്സിലായിട്ടും വെറുതെ ഞാനിത് അള്ളാഹു താലാനോട് മറ്റേ പിന്നെ ഇതില് ഇത് ആലമുൽ അർവാഹിൽ വെച്ച് ചില ആളുകൾ അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബല, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ, അതെ നീ എന്റെ റബ്ബ് തന്നെയാണ് എന്നൊക്കെ അഹ്ദ് മീസാക്ക് പറഞ്ഞത്. എന്നാൽ ചില ആളുകൾ അന്ന് കരാർ ചെയ്തിട്ടുണ്ട് അള്ളാഹു താലാനോട്, പടച്ചോനെ ഞാൻ ഒരിക്കലും എന്റെ നാവുകൊണ്ട് സത്യം പറയില്ല എന്ന്. അതിൽപ്പെട്ട ആളുകൾ ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും. അടുത്ത് ഇൻഷാ അല്ലാഹ് സുന്നീസ മൈക്ക് എടുക്കുക. അതിന് ശേഷം ദാറുസലാം അനി മൈക്ക് എടുക്കണ്ടേ. സുന്നീസ മൈക്ക് എടുത്തതിന് ശേഷം അടുത്ത് ദാറുസലാം മൈക്ക് എടുക്കുക. ഹലോ, ഓക്കെ. എന്നാൽ ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, എന്തിനു നിങ്ങൾ ഇല്ല ആരാ മറുപടി പറയേണ്ടത് സുഹൃത്തെ? പ്രിയപ്പെട്ട സെൻഫിറെ, ആരാ മറുപടി പറയാണ്ടിരുന്നത്? നിങ്ങളാണ് മറുപടി പറയേണ്ടത്. ഓക്കെ, സുന്നിസും മരിമ്പർക്കൊക്കെ മൈക്ക് വേണമെന്ന് പറഞ്ഞത് ആ മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. സെൻഫിറെ, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം. നിങ്ങളുടെ ഷേഖുനാന്റെ 2 കമന്റ്സുകളാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കേൾപ്പിച്ചത്. അതിന് നിങ്ങൾ മറുപടി പറയണം പ്ലീസ്, ദയവ് ചെയ്ത്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷേഖുനാന്റെ ശബ്ദത്തിൽ തന്നെ ഇവിടെ കേൾപ്പിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറയണം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ തന്നെ പറയുന്നു ജാലിയവാലിന്റെ അടുത്ത് കിട്ടിയതാണെന്ന്. അതേ നിങ്ങളുടെ ഷേഖുനാൻ തന്നെ പറയുന്നു ബർക്കാത്തി സയ്യിദന്മാരുടെ അടുത്ത് കിട്ടിയതാണെന്ന്. അത് നിങ്ങളൊന്ന് പറയൂ. അത് തീരുമാനമാകട്ടെ. അതിൽ ഏതാണ് നുണ, അതിൽ ഏതാണ് സത്യം, അതൊന്ന് പറയൂ. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദേഹം ഇപ്പൊ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്ന് പറയാൻ കാരണം ഇപ്പൊ എന്താന്ന് പറയാം. അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞു എന്ത്, ജാലിയവാലന്റെ അടുത്തുനിന്നല്ല ഇന്നലെ വന്നപ്പോ പറഞ്ഞു പിന്നെ മുടി കിട്ടിയത് അദ്ദേഹത്തിന്. അങ്ങനെ ജാലിയവാല പറഞ്ഞു അങ്ങനെ ഞാൻ മുടി കാന്തപുരത്തിന് കൊടുത്തിട്ടില്ല. പത്രസമ്മേളനത്തിൽ പറഞ്ഞു ജാലിയവാലന്റെ അടുത്തുനിന്നാണ് കിട്ടിയത്. അതല്ല ഇപ്പൊ അയാളെ ചോദ്യം. അയാളെ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങളാണ് ആലോചിക്കണം. ഹമീദ് ഫൈസി പോയി അവിടെ നിന്ന് കിട്ടിയ മുടി ഉണ്ടല്ലോ, ഹമീദ് ഫൈസിക്ക് കിട്ടിയ ആ മുടി, ആ 7 മുടി ഉണ്ടല്ലോ, 1 2 3 4 പറഞ്ഞിട്ട് അയാൾ അങ്ങനെ എണ്ണിക്കൊടുത്ത മുടി, ആ കള്ളമുടി, ആ മുടി ജാലിയവാലന്റെ ആ കയ്യിലുള്ള മുടി തന്നെയാണ് കാന്തപുരത്തിന്റെ കയ്യിലുമുള്ളത് എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണം, എന്റെ വാക്ക് ശ്രദ്ധിക്കണം. കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി ജാലിയവാലന്റെ കയ്യിൽ നിന്ന് ഹമീദ് ഫൈസിക്ക് കിട്ടിയ മുടി തന്നെയാണ്. അല്ലാതെ കാന്തപുരത്തിന് ജാലിയവാല മുടി കൊടുത്തു എന്ന് ഹമീദ് ഫൈസി പറഞ്ഞിട്ടുന്നില്ല. നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? ഹമീദ് ഫൈസി അങ്ങനല്ലല്ലോ പറഞ്ഞത്. അതായത് അതേ മുടി തന്നെയാണ്, ഞങ്ങൾക്ക് കിട്ടിയ അതേ മുടി തന്നെയാണ് കാന്തപുരത്തിനും ജാലിയവാലന്റെ അടുത്തുള്ള അതേ മുടി തന്നെ കിട്ടിയത്. അത് കിട്ടിയത് ബറക്കാത്തി സാദാത്തീങ്ങൾ മുഖേനയാണെന്ന് കാന്തപുരം തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ പകര ഹസനി തിരിച്ചും പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്ക്, അല്ലാതെ നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഇത് എനിക്കറിയാം, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്തൊന്നും ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇതുവരെ നിങ്ങൾ ഒരു അക്ഷരം മുണ്ടിയിട്ടില്ല, ഒരക്ഷരം അതിനെ പറ്റി മുണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾ പറയുന്നത് ഹമീദ് ഫൈസി പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരേ ഒരു കാര്യം, ജാലിയവാലന്റെ കയ്യിലുള്ള മുടി, ആ മുടി 7 മുടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേ ആ മുടി തന്നെയാണ് കാന്തപുരത്തിനും കൊടുത്തിട്ടുള്ളത്. അത് ജാലിയവാല നേരിട്ട് കൊടുത്തിട്ടില്ല എന്ന് ജാലിയവാല പറഞ്ഞു. അത് ബറക്കാത്തി സാദാത്തീങ്ങൾ മുഖേനയാണ് കിട്ടിയത്. കാരണം ബറക്കാത്തി കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു മംഗലാപുരത്തുകാർ വഴിയാണ് അത് കിട്ടിയിട്ടുള്ളത്, ആരിഫ് ബറക്കാത്തി മുഖേന. അങ്ങനെയാണ് പറഞ്ഞിട്ട്, അങ്ങനെ വ്യക്തമാക്കി പഠിക്കണം. ഇനി അതിന് ഉത്തരമില്ല എന്ന് പറയരുത് നിങ്ങൾ. അതാണ് അതിന്റെ ഉത്തരം. അല്ലാതെ ഹമീദ് ഫൈസി ജാലിയവാലന്റെ അടുത്ത് നേരിട്ട് കിട്ടിയെന്നല്ല പറഞ്ഞത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹമീദ് ഫൈസിയുടെ പത്രസമ്മേളനത്തിൽ ഹമീദ് ഫൈസി അസ്സലാമു അലൈക്കും. അവനെ ഉരുട്ടി കളിക്കും ഉസ്താദ്മാരെ. അവനെ ആ ജിഷമായി എന്ന് പറഞ്ഞ അവതാരവും കൂടി ഉണ്ട് താഴത്ത്, അവര് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മളെ ഉസ്താദ്മാരോട് കടപ്പുറത്ത് പോയിട്ട് കപ്പലണ്ടി വിൽക്കാൻ പറഞ്ഞ മഹാനാ.
അപ്പോ അള്ളാഹു താല എനിക്ക് പുറത്തു തരട്ടെ ജിഷാനെ, അത്രേ ഞങ്ങൾക്ക് ദുആ ചെയ്യാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ സഹോദരൻ തന്നെ കാന്തപുരം തന്നെ പറഞ്ഞു കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് നമ്മൾ നേരിട്ട് ചോദിച്ചപ്പോ നിങ്ങൾ പറയൂ കാന്തപുരത്തിന് ആരാ മുടി കൊടുത്തത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇക്ബാൽ ജാലിയവാലയാണ് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് കാന്തപുരം തന്നെ നിഷേധിക്കുന്നു, എനിക്ക് ബർക്കാത്തി സാധകങ്ങൾക്ക് നേരിട്ട് കിട്ടിയെന്ന്. ഇനി എന്താ ഇതിന് മറുപടി വേണ്ടത്? സഹോദരൻ, നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളിപ്പോ കാന്തപുര, നിങ്ങൾ പറഞ്ഞ് നിഷേധിച്ച കാന്തപുരമാണ്. അടുത്ത് മോനുട്ടിന്റെ അവിടെ. ഓ അസ്സലാമു അലൈക്കും. ഞാൻ മോനുട്ടി പറഞ്ഞ ആളാ. ഈ മറ്റേ അടുത്തുകൊണ്ട് മിസ്സായി പോയതായിരുന്നു. കേൾക്കുന്നുണ്ടല്ലേ? പിന്നെ ഇവിടെ ചർച്ച ചെയ്ത ഈ മുടിന്റെ വിഷയം, എനിക്ക് പറയാനുള്ളത് ഈ മുടിന്റെ വിഷയം എന്താ വെച്ചാല്, ഇപ്പൊ എപിക്കാരുടെ കയ്യിലും ഈക്കക്കാരുടെ കയ്യിലും മുടിയുണ്ട്. അതായത് നിങ്ങൾ ഈ ഹസ്രജിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മുടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ നിങ്ങൾ വാദിക്കുന്നുണ്ടോ? ഹക്കല്ല നിങ്ങൾ വാദിക്കുന്നുണ്ടോ? ടെസ്റ്റ് അടിച്ചു പറയൂ. ഹസ്രജിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മുടി ഹക്കല്ലാമല്ലേ? അതായത് ഈ അമ്പലക്കട ഉസ്താദ് ഒരു സ്റ്റേജിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വേറെ സ്റ്റേജിൽ പോയ വേറെ കാര്യമാണ് പറയുന്നത്. അത് ഞാൻ സത്യം പറഞ്ഞ ഞാനൊരു ഏപ്പിക്കാരൻ ഈക്കാരൻ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കേൾക്കുന്ന ആളാണ്. കാരണം വെച്ചാല് ഈ അമ്പലക്കട ഉസ്താദിന്റെ ക്ലിപ്പ് ഞാൻ പൂർണ്ണമായിട്ടും കേട്ടു. അതായത് ഒരു ഭാഗമല്ല കേട്ടത്, അദ്ദേഹം പ്രസംഗം ഫുള്ളായിട്ടും കേട്ടു. ആ കേസിൽ അദ്ദേഹം പറയുന്നത് ഈ ഹസ്രജിന്റെ കുടുംബത്തില് മുടിയുണ്ട്, അത് അവിടുത്തെ തെളിവുകളെല്ലാം അതിനെ എന്തുണ്ട് ന്യായീകരിക്കുന്നുണ്ട്. നോക്കിപ്പോണ്ട്. പിന്നെ മൂപ്പര് ഇത് ആ മുടി തന്നെ ഏപ്പിന്റെ കൈ കിട്ടിയപ്പോ എന്ത് പറഞ്ഞു? അത് ഹക്കല്ല, തെളിവ് അത് കള്ളത്തരാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ ഈ വിവാദങ്ങൾ എന്ത് ചെയ്തിട്ട് പേരുടുസ്ഥാനെ വെല്ലുവിളിച്ച് എന്ത് ഏപ്പിക്കാരും മരിച്ചിട്ടില്ല, ഈകക്കാരും മരിച്ചിട്ടില്ല, ഹസ്രജും മരിച്ചിട്ടില്ല. നിങ്ങള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ എന്താ ചോദിക്കാൻ പോണ ചോദ്യം എന്നൊക്കെ ഇവിടെ ഒരു 1000 പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ആ നൂർ ഫൈസി ഉസ്താദ് മൈക്കിൽ വരും, അതിന് മറുപടി ഉസ്താദ് പറയും. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ സഹോദരന്റെ ചിലപ്പോ അദ്ദേഹം ഉണ്ടല്ലോ, ആള് മോനിറ്റി ഇവിടെ ഉണ്ടല്ലേ? മോനിറ്റി ഉടല്ലേ? മോനിറ്റിയെ ആ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പോയാ അവിടുന്ന് ചോദ്യം ചോദിച്ചു പോയാ? ആ ഉണ്ട്. മോനുട്ടി, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി മുമ്പ് ആ പറഞ്ഞതിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം തന്നെ പല പ്രാവശ്യവും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൂമിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അന്ന് പറയാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, ഒരു ഫൈസി, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ ഒരു ഫൈസി, വിശ്വസ്തനായ മനുഷ്യനാണ് അദ്ദേഹം. ഈ ഹമീദ് ഫൈസി ഇവിടെ പിന്നെ വിസിറ്റിന് വരുന്ന സമയത്ത് പറഞ്ഞു, ഇവിടെ ഹസ്രജിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുടിയുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഒന്ന് പോയി കാണില്ലേ എന്ന് വെച്ചു. നമുക്ക് കാണണം എന്ന് പറഞ്ഞു അന്ന്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് പോയി കാണാൻ പറ്റില്ല, അദ്ദേഹം വേറെ തിരക്കിലൊക്കെ അതിന്റെ പേര് അതിന് പറ്റില്ല. അങ്ങനെ ഈ സഹോദരന്, അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഈ ഫൈസി ഈ ഹസ്രജിയുടെ കുടുംബത്തിൽ താമസിക്കുന്ന ആളാണ്, ആള് കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഹമീദ് ഫൈസി ഇങ്ങനെ പറഞ്ഞത്, ഹസ്രജിയുടെ വീട്ടിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട് എന്ന് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയാനുള്ള കാരണം അതാണ്. പിന്നെ അതെ, ഒരു മുടിനാ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ തന്നെ ഒരു മുടിനാ ഹസ്രജിയുടെ വീട്ടിൽ ഒരു മുടിയുണ്ട്, റസൂലുള്ളാഹിന്റെ ഒരു മുടിയുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ഈ സഹോദരൻ പറഞ്ഞു. മൈക്ക് പിന്നെ തരാം, ഇത് പറഞ്ഞു കേക്ക് മോനുട്ടിയെ, ഈ പറഞ്ഞത് ഒന്ന് കേക്ക്. കേൾക്കൂന്നാലേ കേൾക്കും, നിന്റെ അത്ര പ്രായം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. പിന്നെ അപ്പൊ അതാ ഹസ്രജിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുടി ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ഈ സഹോദരൻ പറഞ്ഞത്. ഈ